മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. 2025 ജനുവരി 27-ന് പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, കോടതിയിൽ പോലും വെല്ലുവിളിച്ച പ്രതിയാണ് നമ്മൾ കണ്ടത്. ഇനിയും കൊല്ലും, തൂക്കിക്കൊന്നോളൂ എന്നൊക്കെയാണ് ചെന്താമര കോടതിയിൽ പറഞ്ഞത്. 2 പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് കോടതി മുറ്റത്ത് നിന്നിരുന്നത്. അപ്പോ ഇന്നറിയാം വിധി എന്താണെന്ന്. തീർച്ചയായും ശ്രുതി, റോഷ്നി, അതായത് നമുക്കറിയാം നാടിനെ ഞെട്ടിച്ച കൊലപാതകങ്ങളൊന്നായിരുന്നു പാലക്കാടെ പോത്തുണ്ടി കൊലപാതകം. അതായത് അമ്മയെയും മകനെയും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതി ജയിലിൽ വന്നിറങ്ങി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഈ കൊലപാതകം നടത്തുന്നത്. 2025 ജനുവരി 27-നായിരുന്നു ഞെട്ടിച്ച കൊലപാതകം നടന്നത്. മകൻ സുധാകരനെയും ഒപ്പം അമ്മ ലക്ഷ്മിയെയും ഇത്തരത്തിൽ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത്. അതായത് ഈ കൊലപാതകം നടത്തിയ ചെന്താമരയുടെ ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ അകന്നു കഴിയാൻ കാരണം ഈ അയൽവാസികളാണ് എന്നുള്ള സംശയമായിരുന്നു ചെന്താമരയെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യം സുധാകരന്റെ ഭാര്യ സുജാതയെ കൊലപ്പെടുത്തുന്നു. പിന്നീട് ഈ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് പ്രതി. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ഈ ക്രൂര കൊലപാതകങ്ങൾ നടത്തി. അതായത് 3 കൊലപാതകങ്ങളാണ് നടത്തിയത്. ഇതിൽ 2 കൊലപാതകങ്ങളിലാണ് ഇനിയിപ്പോൾ ശിക്ഷാവിധി വരാനുള്ളത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിക്കുന്നത്, അതായത് ആ കോടതിയിൽ എത്തിയ സമയത്ത് പോലും ചെന്താമര ഇത്തരത്തിൽ കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ വധഭീഷണി മുഴക്കുന്ന രീതിയിലൊക്കെ തന്നെ ഉള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ചെന്താമരയുടെ ഭാഗത്തു നിന്ന് കണ്ടതാണ്. അത്തരത്തിൽ ഉള്ള പ്രതിക്ക് എന്തായാലും വലിയ ശിക്ഷ തന്നെ, അതായത് ഇത്തരത്തിൽ തൂക്കുകയറ് തന്നെ നൽകണമെന്നുള്ളതായിരുന്നു പ്രധാനമായും വാദിഭാഗത്തിന്റെ വാദം. ഒപ്പം പ്രതിഭാഗം വാദിച്ചത് ഇതിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായതാണ്. ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയാൻ മാത്രമാണ് ഇപ്പോൾ ഈ കോടതി കേസെടുക്കുന്നത്. എന്തായാലും അതിലൊരു അന്തിമ വിധി ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.